നിങ്ങളെല്ലാ ആളുകളും ഇത് കണ്ടവരും കേട്ടവരും മനസ്സിലാക്കിയവരുമാണ്. ഒരു പള്ളിയിൽ ആത്മഹത്യ പാടില്ല, 5 വക്ത് നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, ഹജ്ജ് ചെയ്യണം, കഴിയുന്ന ആളുകൾക്ക് സഹായം ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആള് തന്നെ ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും ഉസ്താദ് എന്ന് ചോദിച്ച ആളുണ്ട്, ചോദിക്കുന്നവരുണ്ടാകും. ഞാൻ നിങ്ങളോട് ദയവ് ചെയ്ത് ഒരു കാര്യം പറയട്ടെ. നമ്മളാരും പടച്ചവണ്ണി ഇവിടെ ജഡ്ജ്മെന്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടില്ല. ഒരാൾക്ക് സ്വർഗം കൊടുക്കാനോ നരകം കൊടുക്കാനോ നമ്മളാരും പടച്ചവനെ ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ. ആ പണിക്ക് നമ്മൾ നിൽക്കരുത്. അവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനിക്കും പടച്ചവനിക്കുള്ള വിഷയമാണ്. നമ്മൾ അതിൽ ഇടപെട്ട് സ്വർഗം കൊടുക്കാനോ നരകം കൊടുക്കാനോ നിൽക്കരുത്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ എന്നുള്ളത് എല്ലാത്തിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ കൊണ്ട് പല നിലക്കുള്ള ദോഷങ്ങൾ ഇവിടെ സംഭവിക്കും, എല്ലാ നിലക്കുള്ള കഷ്ടപ്പാടുകൾ ഇവിടെ സംഭവിക്കും. ആത്മഹത്യ ചെയ്തത് കൊണ്ടു നശ്വരമായ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞ് ശാശ്വതമായ ലോകത്തിലേക്ക് പോകും. പിന്നെ അവനും പടച്ചവനുമായിട്ടുള്ള കണക്ഷനാണ് പിന്നെ ഉള്ളത്. അവിടെ കൊടുക്കേണ്ടത് പടച്ചവൻ കൊടുക്കും. പക്ഷെ നമ്മൾ ഒരാൾക്കും സ്വർഗവും നരകവും കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. നമ്മൾ അതിന് ഏൽപ്പിച്ചിട്ടില്ലാന്ന്, ആ പണിക്ക് നമ്മളെ നിർത്തിയിട്ടില്ല പടച്ചവന്. പിന്നെ എന്തിനു നമ്മൾ ഒരാളെ കുറിച്ച് നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യണം? ഇതിന്റെ ഇടയിൽ ആ ഉസ്താദിനെ കുറിച്ച് വൈറലായതാണ് ശമ്പളത്തിന്റെ വിഷയത്തിൽ. എന്റെ ഈ വാക്ക് കേൾക്കുന്ന, എന്റെ ഈ വീഡിയോ കാണുന്ന ഓരോ മഹല്ല് ഭാരവാഹികൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. മാന്യമായ നിലക്ക് നിങ്ങൾ ഓരോ ഉസ്താദന്മാർക്കും ശമ്പളം കൊടുക്കണം. ഇത്രയാണോ നിങ്ങൾ ഓരോ മഹല്ലുകളിൽ ഉസ്താദന്മാർക്ക് ടോർച്ചർ കൊടുക്കുന്നതെന്ന് അറിയോ? ഈ അടുത്ത് എന്നോടൊരു ഉസ്താദ് പറഞ്ഞു, ഉസ്താദെ ആ പള്ളിയിൽ നിന്നു ഉസ്താദ്, ഞാൻ നിന്നിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എല്ലാത്തിനും അവർ തെറ്റ് കണ്ടുപിടിക്കുകയാണ്. നല്ലത് ചെയ്താലും അവർക്ക് ആകുന്നില്ല, ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആകുന്നില്ല. ഇങ്ങനെയൊക്കെ ടോർച്ചർ കൊടുത്തു ഒരു ഉസ്താദിനെ പട്ടിക്ക് പോലെ പണിയെടുപ്പിക്കുന്ന എത്രയോ മഹല്ലുകളുണ്ട്. അവരുടെ വിചാരം എന്താണെന്നറിയോ? പള്ളി ഭരിക്കാനുള്ള പ്രസിഡന്റ് സെക്രട്ടറി ആണെന്നാണ് അവരുടെ വിചാരം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരാണ് ഇവിടെ പള്ളി ഭരിക്കാൻ ഏൽപ്പിച്ചത്? നിങ്ങൾ പള്ളിയുടെ ഹാദിമീങ്ങളാണ്. നിങ്ങൾ ആരും ഇവിടെ പള്ളി ഭരിക്കാൻ വേണ്ടിയിട്ട് ആരും ഏൽപ്പിച്ചിട്ടില്ല. ഭരിച്ച ആളോട് ഞാൻ ഈ കാര്യം പറയട്ടെ. നാളെ പടച്ചവന്റെ കോടതിയിൽ ഒരു ചോദ്യമുണ്ട് പടച്ചവന്റേത്. ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണടാ ഇന്നത്തെ അധികാരം എന്ന് ചോദിക്കുമ്പോൾ ഒരു ഭരിച്ച ഭരണാധികാരിയും ഇവിടെ വരൂല. അങ്ങനെ ഒരു ലോകമുണ്ട്, അതും മനസ്സിലാക്കണം നിങ്ങൾ. ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ എവിടെയെങ്കിലും പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉസ്താദന്മാരുടെ ഒരു യൂണിയൻ ആക്കിയിട്ട് എന്തെങ്കിലും അവിടെ പാസ്സാക്കിയിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അവർ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഈ ആട്ടും തുപ്പും കേട്ട്, നിങ്ങളുടെ ഈ ടോർച്ചറൊക്കെ കേട്ട് അവർ പള്ളിയിൽ നിൽക്കുന്നത്. ഇനി കുട്ടികൾക്ക് എത്ര നല്ല വിദ്യാഭ്യാസം കൊടുത്താലും അദ്ദേഹത്തിന്റെ കുറ്റം പറയാൻ അവിടെ ആരെങ്കിലും ഉണ്ടാകും. ഇതെല്ലാം നല്ല പണിയല്ല എന്ന് ഓരോ മനുഷ്യന്മാർ മനസ്സിലാക്കണം. ഇന്നലെ ഒരാൾ പറയുന്നതായി കേട്ടു, ഈ സമുദായത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഇവിടുത്തെ ഉമറാക്കളും ഉലമാക്കളും അതിന് തരപ്പെട്ട ആളല്ലാത്ര. ഈ മനുഷ്യൻ പറയുന്നത് എന്താണെന്ന് ഈ മനുഷ്യൻക്ക് അറിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു അനാചാരം ഒരു നാട്ടിൽ വന്നപ്പോൾ പള്ളി മിഹ്റാബിൽ വെച്ച് ഉസ്താദ് പക്ക് തുറന്ന് പ്രസംഗിച്ചതിന്റെ പേരിൽ എത്ര ഉസ്താദന്മാരെയാണ് പടിയടച്ച് പിണ്ടം വെച്ചിട്ടുണ്ടത്? ഇങ്ങനെ പറയുന്ന മനുഷ്യനും ആ നാട്ടിന്റെ ഉസ്താദന്മാർക്ക് എതിരായിട്ട് നിന്നിട്ടുണ്ടാകും. ഏതായിരുന്നാലും മാന്യമായ ശമ്പളം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കണം. ഓരോ മഹല്ലുകളിൽ ഹക്ക് തുറയാനുള്ള അവകാശം പള്ളി ഭാരവാഹികൾ ഒരുക്കി കൊടുക്കണം. നാട്ടിൽ കള്ളുകുടി അധികരിച്ചു, MDM അധികരിച്ചു, തോന്നിവാസങ്ങൾ അധികരിച്ചു, അനാചാരങ്ങൾ അധികരിച്ചു. ഉസ്താദന്മാർക്ക് ഇതിനെതിരെ ശബ്ദിക്കാൻ പാടില്ല. കമ്മിറ്റിയുടെ തീരുമാനമാണ്. ഹക്ക് തുറന്ന് പറയരുത് ഉസ്താദെ, സുന്നത്ത് ജമാഅത്ത് പറഞ്ഞു പോകരുത് ഉസ്താദെ എന്ന് പറഞ്ഞ് ഉസ്താദന്മാർ അടക്കിയിരുത്തുന്ന ഭാരവാഹികളാണ്, പള്ളി ഭരിക്കുന്ന ആളുകളാണ്. നിങ്ങളാരും പള്ളി ഭരിക്കാൻ വേണ്ടി പടച്ചവനെ ഏൽപ്പിച്ചിട്ടില്ല. പള്ളി ഭരിക്കാൻ അള്ളാഹുവിന്റെ ഇവിടെ നിങ്ങളെ ഏൽപ്പിച്ചത് പള്ളിയുടെ ഹാദിമീങ്ങളായിട്ടാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ വളരെ നല്ല സന്തോഷത്തോടു കൂടെ പറയട്ടെ, ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലിൽ എനിക്ക് മാന്യമായ, എനിക്ക് തൃപ്തികരമായിട്ടുള്ള നല്ലൊരു ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ട്. അത് എൻ്റെ മഹല്ലുകൾ അങ്ങനെ ആയതുകൊണ്ട് അവർ അങ്ങനെ തരുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള സ്റ്റാഫിന് നല്ലൊരു ശമ്പളം കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം എന്ന് പറഞ്ഞാലും എൻ്റെ സ്റ്റാഫിന് ഈ അടുത്തൊരു അസുഖം വന്നപ്പോൾ അദ്ദേഹത്തെ അവർ പറഞ്ഞു, വീട്ടിലേക്ക് പോയി ഉസ്താദെ, നിങ്ങൾ ശമ്പളം ഞങ്ങൾ തരാം. അദ്ദേഹത്തിന് പകരമായിട്ട് വന്ന ആളുകൾക്കും ശമ്പളം കൊടുത്തു, ഇയാൾക്കും ശമ്പളം കൊടുത്തു. നല്ല മനസ്ഥിതിയുള്ള കമ്മിറ്റി ഭാരവാഹികളായതുകൊണ്ട് അങ്ങനെ കൊടുത്തു, നല്ല ശമ്പളവും കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു മാതൃക മഹല്ലുകളായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കണം. അതിന് നാട്ടിലുള്ള മുസ്ലിം സമുദായത്തിന്റെ വീടുകളും സഹകരിക്കണം. എന്തുകൊണ്ടെന്നറിയോ? മാസപ്പിരിവ് ചോദിക്കുന്ന സമയത്ത് അതിന് കൊടുത്തേക്കണം. ഒരു 50 രൂപ ഇല്ലെങ്കിൽ 10 രൂപ മാസപ്പിരിവ് കൂടുതലാക്കിയാൽ ശബ്ദിക്കുന്ന, അല്ലെങ്കിൽ അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പോകുന്ന എത്രയോ മഹല്ലുകളുണ്ട്. ഒരു മാസത്തിൽ നമ്മുടെ മൊബൈലിലേക്ക്, വൈഫൈയിലേക്ക് നാം റീചാർജ് ചെയ്യുന്നത് നാം കണക്കാക്കിയിട്ടുണ്ടോ? പള്ളിയിലേക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കൈ പൊങ്ങാതെയായി പോകുന്നത്. അതുകൊണ്ട് വളരെയധികം
നമ്മുടെ സമുദായത്തെ രക്ഷപ്പെടുത്തേണ്ടത് സമുദായത്തിന്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെയാണ്. നമ്മുടെ സമുദായത്തെ തല്ലിക്കുന്നതും നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ തന്നെയാണ്. വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന തലമുറകളിൽ നമ്മുടെ ഭാവി തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ.